ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു ഹോൾ പാത്രം എടുത്ത് വെച്ചതിന് ശേഷം 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി, നല്ലൊരു ക്രിപ്സിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഇത് കറക്റ്റായിരിക്കും, മീഡിയമായിരിക്കും. ഏലക്കപ്പൊടി ഒരു 3 എണ്ണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാവരുടെയും സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സാധാരണ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ ഒരു കൺസിസ്റ്റൻ്റായിരിക്കണം. ഇനി ഒരു 15-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഈ 2 സൈഡ് ആദ്യം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. വലിയ പഴമാണെങ്കിൽ 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചൂടായി വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അപ്പോൾ ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണം വെച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കാം. പഴംപൊരി ഇത് ലൈറ്റ് ബ്രൗൺ കളറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.